ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പറമ്പിൽ നിന്ന് കൂണെടുത്തൊരു വീഡിയോ ഇട്ടിരുന്നായിരുന്നു കേട്ടോ. കൂണെടുത്ത് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്നാലും വീഡിയോ ലോങ് ആവുന്ന കാരണം നമുക്ക് മുഴുവനും ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്നേ നമുക്ക് ആ എടുത്ത കൂണ് എങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്ന് കറി വെക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു. ഈ കൂണ് ആണ് നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ മിക്കവാറും എല്ലാവരുടെയും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു കൂണാണ് കേട്ടോ. ഇത് എഡിബിളായിട്ടുള്ള കൂണാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂണ് കിട്ടുവാണെങ്കിൽ എല്ലാവരും എടുത്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കൂണിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ ഒരു കലവറ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂണ് നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം അതിൻ്റെ മേളിൽ ആ ഒരു ബ്രൗൺ നിറത്തിൽ കാണുന്ന ആ ഒരു തൊലി നമുക്ക് മാറ്റിയിട്ട് വേണം എടുക്കാൻ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതിങ്ങനെ പിച്ചാത്ത് വെച്ച് മേളിൽ നിന്ന് പാട കൂട്ടാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ ഇളക്കി എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ കാലിൽ നിന്നൊന്ന് വേർപെടുത്തി എടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടോ വലിയ പീസായിട്ടോ അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് കറി വെക്കുമ്പോൾ നമ്മുടെ കണവ കക്കയൊക്കെ കറി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു ടെക്സ്ചർ ആ ഒരു ടേസ്റ്റും തന്നെയാണ്. മിക്കവാറും എല്ലാവരും ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ നമുക്ക് കൂൺ അവൈലബിൾ ആണ്. എല്ലാവരും വാങ്ങിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായി കിട്ടുന്നത് കൂടിയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു നാച്ചുറലായി കിട്ടുന്ന ആ ഒരു ഫുഡ് നമ്മൾ വേണ്ടെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നവരെന്തായാലും എടുത്ത് ഈ ഒരു റെസിപ്പി ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് ആ ഒരു കാല് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അതിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ ഒരു പാടുണ്ട്. അത് നമ്മളിങ്ങനെ പിച്ചാത്തി വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വൃത്തിയാക്കി എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വീണ്ടും അതൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഞാൻ കൂണ് മുഴുവനും തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഇത് നമ്മുടെ കൂണെന്ന് പറയുന്നത് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വെച്ചേക്കാം. കാരണം എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ശാംശം അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും മാറി കിട്ടാനും നല്ലതാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഒഴിച്ച് വെക്കുന്നത് ചൂടുവെള്ളമാണ്. പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് വെക്കാം, പക്ഷേ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ ഒരു കൂണിനൊരു വേവും വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ വെള്ളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. വലിയ ജീരകം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂണ് വെള്ളത്തിലൊക്കെ ഇട്ട് ഊറ്റി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിരുന്ന ആ ഒരു അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ചതച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് അതങ്ങ് ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച ശേഷം ഒരു വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മിക്സ് അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെച്ചെടുക്കാൻ പറ്റും, കാരണം വലിയ വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി വെച്ച് ഒരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ശേഷം ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ഒരു ഉള്ളി ഒന്ന് വാടി വരുന്ന ഒരു സമയം മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂണൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ കൂണ് വിളവെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവർ അതുകൂടി ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.